ഇപ്പോൾ യുവമോർച്ചയുടെ നേതാവ് നന്ദു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ നന്ദു, ഇപ്പോൾ വളരെ പെട്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ മാസം 29-ന് ഹാജരാകാനാണ് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ചില നിർണായകമായ രേഖകളും മറ്റും ഇ ഡിക്ക് ലഭിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? അല്ല, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വീണ വിജയന് നേരെയുള്ള ഇ ഡിയുടെ അന്വേഷണം വളരെ കൃത്യതയോടുകൂടി പോവുകയാണ് എന്നുള്ളതിന്റെ തെളിവുകളാണ് ആദ്യം മുതൽ തന്നെ. ഇപ്പോൾ റെയ്ഡ് തുടങ്ങുന്ന ദിവസം മുതൽ തന്നെ നമ്മൾ ഈ വിഷയത്തെ ഒന്ന് കൃത്യമായ ടൈം ലൈൻ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കൃത്യമായി വീണ വിജയനും എക്സാലോജിക്കും അതുപോലെ തന്നെ CMRലും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിക്കുന്ന നിലയിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് SFIയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ കയ്യിൽ നിന്നുള്ള തെളിവുകൾ കൂടി കിട്ടിയതിന് ശേഷമുള്ള രണ്ടാമത്തെ ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അപകടത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കുരുക്ക് മുറുകുന്ന നിലയിലേക്ക് വീണ വിജയനും അതുപോലെ തന്നെ എക്സാലോജി കമ്പനിയും CMRലും തമ്മിലുള്ള ഇടപാടാണ് അത് മാറുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇ ഡി വളരെ കൃത്യതയോടുകൂടി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് 2-3 തരത്തിൽ നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും. ഒന്ന്, ഈ വിഷയത്തിൽ അന്വേഷണം കുറച്ചുകൂടി ഊർജിതപ്പെട്ടാൽ മാത്രമാണ് ഈ എക്സാലോജിക്കും CMRലിന്റെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും, അതിപ്പോ ധാതുക്കളെ കയറ്റുമതി ചെയ്തതിൽ ഉൾപ്പെടെയുള്ള അഴിമതിയും അതുപോലെ തന്നെ രാജ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങളിലേക്ക് ഈ അന്വേഷണം പോവേണ്ടതുണ്ട്. അപ്പോൾ വളരെ ഗ്രാവിറ്റി ഉള്ള ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യതയോടുകൂടി ലൂപ്പ് ഹോൾസ് എല്ലാം അടച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ 29-ാം തീയതി എന്തോ ആജിരാമൻ പറഞ്ഞതിനകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലേക്ക് വരികയും അതിനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് രാജ്യസുരക്ഷയിലേക്ക് വളരെ നീളാൻ സാധ്യതയുള്ള, രാജ്യസുരക്ഷയ്ക്ക് മുകളിൽ പോലും ഒരു ചോദ്യചിഹ്നം ഉയർത്തുന്ന നിലയിലേക്ക് ഈ വിഷയം, ഈ അഴിമതി കഥകളിൽ കൂടി നമ്മുടെ രാജ്യത്തിന് സുരക്ഷ കൂടി ഇതിനകത്തൊരു ഭാഗമാണ് എന്നുള്ള ഒരു വസ്തുതയാണ് എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകരുടെ റീഡിംഗ്. പക്ഷെ കൃത്യമായി വീണ വിജയൻ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു വലിയ അഴിമതി, ആ അഴിമതി രാജ്യത്തിന് മുൻപിൽ അതുപോലെ തന്നെ കേരളത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇ ഡി നടത്തുന്ന വലിയ പരിശ്രമമായിട്ട് തന്നെ ഞാൻ ഇതിനെ കാണുന്നു. അതിനോടൊപ്പം ഇന്നെന്താ CPM സമരം ചെയ്യാത്തത്? ഇപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ CPMന് ഭയങ്കരമായിട്ടുള്ള പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ആയിരുന്നല്ലോ CPMന്റെ വാദം. പെട്ടെന്ന് എന്തുകൊണ്ടാണ് CPM ആ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്? ഇപ്പോൾ CPMന് ഈ പറയുന്ന എക്സാലോജിക്കിനെയും CMRനെയും സംരക്ഷിക്കണ്ടേ? ഇപ്പൊ CPMന് പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കണ്ടേ? അപ്പൊ CPM എന്തിനു വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് വന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം CPMനുണ്ട്. അതുപോലെ തന്നെ CPM ഇപ്പോ നടത്തുന്ന ഈ അന്തർനാടകങ്ങളുടെ പിന്നിൽ ഇപ്പോൾ CPM പിന്നോക്കം പോയിരിക്കുന്നു എന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായ സംരക്ഷണം പിണറായി വിജയന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി നിലനിർത്തുന്നത്. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാനും സുതാര്യമായ അന്വേഷണത്തിന് വഴിവെക്കാനുമുള്ള ഉത്തരവാദിത്വം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നടപ്പിലാക്കാത്തത് അത് വളരെ ക്രൂക്കലായി, അല്ലെങ്കിൽ അതിനെ വളരെ അവരുടെ ആ നിലപാടിനെ നമ്മൾ വളരെ സുചിന്തിതമായി കാണണം എന്നുള്ള നിലപാട് കൂടി എനിക്കുണ്ട് ഈ വിഷയത്തിൽ. ഓക്കെ, വ്യക്തമാണ് BJPയുടെ നിലപാട്. യുവമോർച്ച നേതാവ് S നന്ദു ആണ് പ്രതികരിച്ചത്.